ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മൾ ഇന്നേ പറയാൻ പോകുന്ന ഒരു കമ്പാരിസൺ ആണ്. നമ്മുടെ വിവോ X300 അതുപോലെ തന്നെ നമ്മുടെ ഒപ്പോ ഫൈൻഡ് X9 തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 മന്ത് എന്ന് പറയാറായിട്ടില്ല, ഒരു 20 ദിവസം ആ റേഞ്ചൊക്കെ ആയിട്ടുള്ളൂ, ഓൾമോസ്റ്റ് 1 മന്ത്. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. റിവ്യൂ ഞാൻ പറയുന്നില്ല, റിവ്യൂ നമ്മൾ പറയണമെങ്കിൽ അത് ടെക്നിക്കൽ റിവ്യൂ ആയിരിക്കണം, എന്നാലും അതിൻ്റെ റിവ്യൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടുത്തെ എല്ലാ യൂട്യൂബേഴ്സും ഇത് തന്നെയാണ്, ടെക് യൂട്യൂബേഴ്സും അവരുടെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. വാങ്ങിച്ചത് അവർക്ക് ഞാൻ ഇതെല്ലാം കാശ് കൊടുത്ത് വാങ്ങിക്കുന്നതാണ് കേട്ടോ. എല്ലാ ഫോണുകളും ഇതുപോലെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മളിത് അതുകൊണ്ടാണ് ഞാൻ ഇത് സെല് ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ സെല് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ വാങ്ങിച്ചിട്ട് എനിക്ക് ഓൾറെഡി ഈ ഗാഡ്ജറ്റ് ബ്രാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അല്ലാണ്ട് തന്നെ നമ്മൾ ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. വേറെ കാര്യം, അങ്ങനെ കുറച്ച് ക്രേസുള്ള സംഭവം ആയതുകൊണ്ടാണ് നമ്മളിതുപോലെ ചെയ്യുന്നത് വീഡിയോ. അല്ലാണ്ട് ഇപ്പോൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടൊന്നുമല്ല. നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ അങ്ങനത്തെ എന്താ പറയുക, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്കൊന്നും വലിയ വ്യൂസും സംഭവമൊന്നുമില്ല. വ്യൂസ് ഇല്ലെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ലോക്കൽ സാധനങ്ങൾക്കൊക്കെ മാത്രം ഇപ്പോൾ വ്യൂസ് ഉള്ളൂ, എസ്പെഷ്യലി മലയാളം ലാംഗ്വേജിൽ. ബാക്കി എല്ലാവർക്കും ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു എനിക്ക് ഈ ഗാഡ്ജറ്റ് കുറച്ച് വാട്ടുള്ളതാണ്. നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ട് മുമ്പ് ഈ പരിപാടി ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടാണ്. ഇത് രണ്ടും ഫ്രഷ് പീസ് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും ഓൾമോസ്റ്റ് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. 20 ദിവസം 25 ദിവസത്തിൻ്റെ താഴെ എന്തായാലും. ഇത് 20 ദിവസമാണ്, ഇതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ഇത് രണ്ടും ഓൾമോസ്റ്റ് സിമിലർ ആണ്. 12GB 256GB മോഡലാണ്. രണ്ടും റെഡ് കളറാണ്. അപ്പോൾ കളറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണ് ആക്ച്വലി കുറച്ചും കൂടി റെഡ് എന്ന് പറയാവുന്ന സാധനം കേട്ടോ. ഇതിന് റെഡ് ആണോ പിങ്ക് ആണോ എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ഫ്രെയിം കറക്റ്റ് റെഡ് ആണ്, പക്ഷേ ബാക്ക് സൈഡ് ഒരു പിങ്കിഷ് കളറാണ് വരുന്നത്. രണ്ടും ഗ്ലാസ് ഫിനിഷ് ആണ്, ഫൈബർ ഗ്ലാസ് ആണ് ഇവർ പറയുന്നത്, വിവോ പറയുന്നത്. ഇവർ പറയുന്നത് ഒറിജിനൽ ഗ്ലാസ് ആണെന്ന് പറയുന്നത്. കോർണിംഗ് ഒരു ഗ്ലാസ് 7i ആണ് ഇത് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി നല്ലത് ഇതിലാണ്. ഈ സാധനത്തിൽ സ്ക്രാച്ച് കുറച്ച് പെട്ടെന്ന് വീഴും. അപ്പോൾ കുറച്ചുകൂടി നല്ലത് ഇതാണ് കേട്ടോ ഗ്ലാസിൻ്റെ കാര്യത്തിൽ. നമുക്ക് എന്തായാലും പറഞ്ഞു വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ എന്താ പറയുക, ഡിസ്പ്ലേക്ക് തന്നെ പോവാം. നമ്മുടെ വിവോ X300 എന്ന് പറയുന്ന ഒരു കുട്ടി കോമ്പാക്ട് ഫോണാണ്. 6.3 ഇഞ്ച് ഉള്ളൂ. LTPO ഡിസ്പ്ലേ ആണ് വരുന്നത്. 120Hz AMOLED പാനൽ തന്നെയാണ് വരുന്നത്. അതൊക്കെ ടോപ്പിന് വെച്ച് തന്നെയാണ്. HDR10+ ഉണ്ട്, എല്ലാ സംഭവങ്ങളും കൊണ്ട് വരുന്നുണ്ട്. ഇതാണെങ്കിൽ നമുക്ക് 6.59 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു വലുതും അല്ല ചെറുതും അല്ല, അങ്ങനത്തെ ഒരു കാറ്റഗറി ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം ഇതിന്. ഇതും 120Hz AMOLED ഡിസ്പ്ലേ പാനൽ തന്നെയാണ് വരുന്നത്. പക്ഷേ LTPS ആണ്. LTPS ആകുമ്പോൾ നമുക്ക് കുറച്ച് ബാറ്ററി കൺസപ്ഷൻ എനർജി എഫിഷ്യൻ്റ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ ഇതിന് നമുക്ക് വേണമെങ്കിൽ LTPO വേണമെങ്കിൽ നമുക്ക് 1 Hz വരെ പോകാൻ പറ്റും. ഇതിൽ നമുക്ക് 60ലേക്കും 120 Hz പിന്നെ സ്വിച്ച് ചെയ്ത് കളിക്കുകയുള്ളൂ. പക്ഷേ ഒരു ഡിഫറൻസ് എന്ന് വെച്ചാൽ ബാറ്ററി കപ്പാസിറ്റി കൂടുതലുണ്ട്, നമുക്കൊന്ന് വഴിയേ പറയാം. അപ്പോൾ അത് അങ്ങോട്ട് ഈക്വലായി പോകും. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇതിൽ ആക്ച്വലി ബെസൽ കുറച്ച് കുറവുണ്ട് കേട്ടോ. വിവോൻ്റെ X9 ബെസൽ കുറച്ചും കൂടി കുറവ് കമ്പയർ ടു ഈ സാധനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബെസൽ കുറച്ച് കുറവ് വരുന്നത് നമ്മുടെ X9 അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടും ടോപ്പ് നോച്ച് ഡിസ്പ്ലേ തന്നെയാണ്. നിങ്ങൾക്ക് മീഡിയ കൺസെഷൻ ആയിക്കോട്ടെ, എല്ലാ സംഭവം ആയിക്കോട്ടെ, എല്ലാം രണ്ടും ടോപ്പ് നോച്ച് തന്നെയാണ്. ചെറുതാണ്, അത്ര ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത് നമുക്ക് ഡിസ്പ്ലേ കഴിഞ്ഞിട്ട് പറയാനുള്ളത് സൗണ്ടാണ്, സ്പീക്കറാണ്. സ്പീക്കർ കുറച്ചുകൂടി നല്ലത് ഫൈൻഡ് X9 ആണ്. അത് നിങ്ങൾക്കിത് സൈസിൻ്റെ ഡിപ്പെൻഡൻസ് അറിയാൻ പറ്റും. രണ്ട് സ്റ്റീരിയോ സ്പീക്കർ തന്നെയാണ്, പക്ഷേ കുറച്ചും കൂടിയും ലൗഡ്നെസ് വരുന്നത് ഒപ്പോ ഫൈൻഡ് X9 സ്പീക്കറാണ് കേട്ടോ. ഇത് കുട്ടി ഫോണാണല്ലോ, അപ്പോൾ പിന്നെ വലിയ കംപ്ലൈൻറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗണ്ടും സംഭവമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് അടുത്ത് പറയാനുള്ളത് പ്രൊസസ്സറിൻ്റെ കാര്യമാണ്. രണ്ടിലും സെയിം പ്രൊസസ്സർ തന്നെയാണ്. ഇതിൽ നമുക്ക് DDR5X RAM ആണ് വരുന്നത്. ഇതിൽ നമുക്ക് DDR5X Ultra ആണ് വരുന്നത്. ഇത് DDR5X ആണ് വരുന്നത്. അപ്പോൾ രണ്ട് പെർഫോമൻസിൽ രണ്ടും ഓക്കെയാണ്. നമ്മൾ എന്താ പറയുന്ന പോലെ ആൻഡ്രോയിഡ് സ്കോർ ഒന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ നോർമലി വീഡിയോ ചെയ്യുന്നത് പോലെ പ്രാക്ടിക്കൽ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുക. നമ്മൾ യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഈ വലിയ യൂട്യൂബേഴ്സിൻ്റെ പോലെ എല്ലാ സംഭവങ്ങളും എടുത്ത് നമ്മുടെ എന്താ പറയുക, ഒരു എന്താ പറയുക, സ്ക്രിപ്റ്റ് എഴുതി നമ്മളെ സ്ക്രിപ്റ്റിൻ്റെ പരിപാടിയൊന്നും ഇല്ല. നമ്മളിത് ലൈവിൽ നമ്മൾ യൂസ് ചെയ്തിട്ട് പറയുന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് സ്ക്രിപ്റ്റായിട്ട് എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് നോക്കിയറിയാം. എല്ലാം ഞാൻ ഇപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ആദ്യം ഡിസ്പ്ലേ പറയും, പിന്നെ ബാക്കി പറയും, ഇടയ്ക്ക് ചിലപ്പോൾ വേറെ പറയും. അതുകൊണ്ട് സ്ക്രിപ്റ്റഡ് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം കേട്ടോ. ഇപ്പോൾ നിങ്ങൾ സാധാരണക്കാരെ ഇങ്ങനെ യൂസ് ചെയ്തിട്ട് എങ്ങനെ റിവ്യൂ വെച്ചാൽ പറയാം, അതുപോലെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പരിപാടിയൊന്നും ഇല്ല. ഒന്നാമത് എനിക്ക് അതിന് സമയമില്ല. നമ്മളിതിൻ്റെ മെയിൻ പരിപാടിയൊന്നും അല്ല, എൻ്റെ മെയിൻ ജോബ് അല്ല അത്. ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഞാൻ ഈ സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണ്, MNCയിൽ. അപ്പോൾ പിന്നെന്താ നമുക്ക് പറയാനുള്ളത്, പെർഫോമൻസിനെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. DDR5 അതൊക്കെ ടോപ്പിന് വെച്ചാണ് UFS 4.5 രണ്ടും വന്നേക്കുന്നത്. അതും അതിനൊന്നും നമുക്ക് കമ്പാരിസൺ ഒരു ഡിഫറൻസും കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. രണ്ടിലും ഞാൻ ആക്ച്വലി നമ്മുടെ സാംസങ്ങിൻ്റെ SSD വെച്ച് രണ്ടിലും എന്താ പറയുക ഷെയർ ചെയ്ത് നോക്കിയപ്പോഴും ഓൾമോസ്റ്റ് സിമിലർ പെർഫോമൻസ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ അതും ഓക്കെയാണ്. പിന്നെ വരുന്നത് നമുക്ക് മെയിൻ സംഭവം ഞാൻ ലാസ്റ്റ് പറയാം, ക്യാമറ ലാസ്റ്റ് പറയാം, അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് പറയാം. പിന്നെ നമുക്ക് ബാറ്ററി എന്ന് പറയാനുള്ളത്.
ഈ നമ്മുടെ വിവോയിൽ വരുമ്പോൾ 6040 mAh ബാറ്ററിയാണ് വരുന്നത്. 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, 40 വാട്ടിന്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിലാവുമ്പോൾ 7000 mAh ബാറ്ററി സപ്പോർട്ട് വരുന്നുണ്ട്, 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്, 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ് വരുന്നുണ്ട്. രണ്ടും റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടറാണ് കേട്ടോ. രണ്ടും സിലിക്കൺ കാർബൺ തന്നെയാണ്. ഇതിന് എനിക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8.5 മണിക്കൂർ കിട്ടുന്നുണ്ട് കേട്ടോ. വിവോ X100 ഇപ്പോൾ റീസെന്റ് കൂടിയിട്ടുണ്ട്. ഇതായാലും ഓൾമോസ്റ്റ് ഒരു 8.5 to 9 മണിക്കൂർ ഓൾമോസ്റ്റ് ആ സെയിം ഇതിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ രണ്ടും ബാറ്ററിയിൽ ടൈ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന സംഭവമാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് ബോക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ബോക്സിൽ എല്ലാ സംഭവവും കിട്ടുന്നുണ്ട്, ഇൻക്ലൂഡിങ് ചാർജർ, കേസ്, പിന്നെ സ്ക്രീൻ ഗാർഡും ഇൻബിൽഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പെഷ്യൽ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. പിന്നെന്താ, ഇതിന്റെ ടൈപ്പ് സി പോർട്ട് നോക്കിയാലും അതും ലേറ്റസ്റ്റ് സാധനം തന്നെയാണ്. അപ്പോൾ അതും ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. ടൈപ്പ് സി 3.2 എന്നുണ്ട്, ലേറ്റസ്റ്റ് ജനറേഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. രണ്ടും ഫാസ്റ്റ് തന്നെയാണ്, ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെന്താ നമുക്ക് പറയാനുള്ളത്, രണ്ടിലും ഡോൾബി സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഇതിൽ ഡോൾബി ഇല്ല, ഇതിൽ ആക്ച്വലി ഇവരുടെ ഒരു വിവോന്റെ തന്നെ ഒരു സംഭവമാണ്. ഇതിലും ഉണ്ട്, അതുപോലെ തന്നെ ഒപ്പോന്റെ തന്നെ OnePlus നിങ്ങൾ കണ്ടിട്ടായിരിക്കും, അതേ സെയിം പരിപാടി തന്നെയാണ് ഇതിൽ. അപ്പോൾ ഡോൾബി സപ്പോർട്ട് ഇല്ല, സോറി, അത് തെറ്റിപ്പോയി. പിന്നെന്താ, പിന്നെ ക്യാമറയിലേക്ക് പോയി കഴിഞ്ഞാലേ ഇതിലാവുമ്പോൾ 200, 50, 50, ഫ്രണ്ടിലും 50. ഇതിലാവുമ്പോൾ നമുക്ക് ബാക്കിൽ 350, ഫ്രണ്ടിൽ 32 വരുന്നിട്ടാ. അങ്ങനെയാണ് ക്യാമറ സെറ്റപ്പ് വരുന്നത്. ഇതിന്റെ മെയിൻ സെൻസറിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് 200 മെഗാപിക്സലിന്റെ സാംസങ്ങിന്റെ ലേറ്റസ്റ്റ് സെൻസറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ 200 മെഗാപിക്സലിൽ ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ ഡീറ്റെയിൽസ് കൂടുതൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഇതിൽ മെയിൻ സെൻസറിൽ വരുന്നുണ്ട്. ഇതാകുമ്പോൾ എല്ലാം 50 തന്നെയാണ് വരുന്നത്. ക്യാമറ ഞാൻ സാമ്പിൾസ് ഇത് വഴിയിൽ കാണിക്കാം, നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. പോർട്രേറ്റിൽ വിവോ തന്നെയാണ് നല്ലത്, വേറെ കാര്യം. സൂം ചെയ്യുമ്പോഴും വലിയ മോശമൊന്നുമില്ല കേട്ടോ. ഒപ്പോ ആക്ച്വലി കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. സെൽഫി എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത് ഒപ്പോ തന്നെയാണ് കേട്ടോ. സെൽഫി എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് ഒപ്പോ തന്നെയാണ്. പിന്നെ ഒപ്പോന്റെ ഫോട്ടോസുകൾക്ക് കുറച്ച് കളർ കൂടുതലുണ്ട്. അത് നമ്മൾ ഫോട്ടോ കമ്പയർ ചെയ്തപ്പോൾ ഒരു ഡിഫറൻസ് കണ്ടത് അങ്ങനെയാണ്. കളർ കുറച്ച് കൂടുതൽ, കോൺട്രാസ്റ്റ് കൂടുതൽ ഒപ്പോന്റെ ഫോട്ടോനാണ് കേട്ടോ. ഇപ്പോൾ സാധാരണ നിങ്ങളിപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഡേ ടൈമിലും കാണലൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് അവിടെ കാണുന്നുണ്ട്. പിന്നെ വീഡിയോ രണ്ടായാലും കൊള്ളാം. വിവോന്റെ വീഡിയോ ആണ് കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത്. അത് എനിക്ക് തോന്നുന്നത് കോമ്പാക്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടി എന്താ പറയുക കൺട്രോൾഡ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഇതുകൊണ്ടായിരിക്കാം. രണ്ടിൻ്റെയും വീഡിയോ പെർഫോമൻസ് നല്ല തന്നെയാണ്. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് വിവോ ആണ് കേട്ടോ. പിന്നെ ഇനി എന്താ നമുക്ക് പറയാനുള്ളത്, ചാർജിങ് സ്പീഡ് നമ്മളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പറയാനുള്ളത് അതിന്റെ സൈസാണ്. തിക്നെസ് ഒക്കെ 8mm തന്നെയാണ്, രണ്ടും ഓൾമോസ്റ്റ് 8mm തന്നെയാണ് വരുന്നത്. നമുക്കത് തിക്നെസ് പറയാൻ പറഞ്ഞു. പിന്നെ നമുക്ക് രണ്ടിലും ഡ്യുവൽ സിം സപ്പോർട്ട് വരുന്നുണ്ട്, ഈ സിം സപ്പോർട്ടും രണ്ടിലും വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ വിട്ട കാര്യം എന്ന് പറയുന്നത്, ഒരെണ്ണം ഒറിജിനൽ ഓയസിലാണ് വരുന്നത്, ഒരെണ്ണം കളർ ഓയസിലാണ് വരുന്നത്. രണ്ടും 5 year നമ്മുടെ ഓയസ് അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരെണ്ണത്തിൽ 7 years കിട്ടുന്നുണ്ട്, ഒരെണ്ണത്തിൽ 6 years കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വലിയ കുഴപ്പമൊന്നുമില്ല, ധാരാളമാണ്. പിന്നെ ഒറിജിനൽ ഓയസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒറിജിനൽ ഓയസിൽ എന്താ പറയുക കസ്റ്റമൈസേഷനും അതുപോലെ തന്നെ AI ഫീച്ചേഴ്സ് കുറച്ചുകൂടി കൂടുതലുണ്ട്, എസ്പെഷ്യലി ക്യാമറയിലൊക്കെ. പക്ഷേ എന്താ പറയുക നമ്മുടെ One UI നിങ്ങൾക്ക് അറിയില്ലല്ലോ, ആൻഡ്രോയിഡിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് UI എന്ന് പറയാവുന്ന സാധനമാണ് One UIയും അതുപോലെ തന്നെ കളർ ഓയസ് അല്ലെങ്കിൽ ഓക്സിജൻ ഓയസ്, രണ്ടും സിമിലറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക ആനിമേഷൻ ആയിക്കോട്ടെ, ഇതിൽ നിറച്ച് ബ്ലോട്ട് വോയിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒറിജിനൽ വോയിസ്. അത് ഇപ്പോഴും മാറ്റിയിട്ടൊന്നുമില്ല അവന്മാർ. ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോണ്ടല്ലോ ആ സാധനം അതിലാണ് ഈ സാധനത്തിൻ്റെ ഫുൾ പോയിന്റ് പോകുന്നത്. ഫൺ ടോച്ച് വോയിസിനായിട്ടും കുറച്ചുകൂടി കുറവുണ്ടെങ്കിലും പക്ഷെ ഇപ്പോഴും ഇതുപോലെ ശല്യങ്ങളും കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ. എന്താ ബ്ലോട്ട് വോയിസ് ആയിക്കോട്ടെ എല്ലാ സംഭവം ഇതിൽ വരുന്നുണ്ട്. ഒരു X series ഫോണുകൾക്ക് മാത്രം അതെനിക്ക് തോന്നുന്നില്ല ഒരു മാറ്റുന്നു. അപ്പോൾ അതിൽ കളർ വോയിസ് തന്നെയാണ് നല്ലത്. അത് നിങ്ങൾ കളർ വോയിസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയണ്ടായിരിക്കും. കളർ വോയിസ് ഭയങ്കര ബെറ്ററാണ് ഒറിജിനൽ വോയിസിനായിട്ടും. പിന്നെ നമ്മൾ എന്താ പറയാനുള്ളത്, റാമിൻ്റെ കാര്യമൊക്കെ മെമ്മറിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് നമ്മുടെ സെൽഫി ക്യാമറയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത് ഇതിൽ. നമുക്ക് അതിലും സെയിം തന്നെയാണ് വരുന്നത്. ഫിംഗർ പ്രിന്റ് കാര്യം പറയാൻ പറഞ്ഞു. ഫിംഗർ പ്രിന്റ് രണ്ടിലും നമ്മുടെ എന്താ പറയുക അൾട്രാസോണിക് തന്നെയാണ് രണ്ടിലും നമുക്ക് മുകളിലത്തെ പൊസിഷനിൽ തന്നെയാണ് കിട്ടുകയുണ്ട്. അത് നല്ല ഫാസ്റ്റ് തന്നെയാണ്, അതൊരു കംപ്ലൈൻ്റ് ഒന്നുമില്ല. അത് എൻ്റെ കേട്ടോ എന്തായാലും അതും കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഞാൻ എന്തൊക്കെയാണ് മിസ് ചെയ്തതെന്ന് നോക്കിയതാണ് കേട്ടോ, അത്ര തന്നെ ഉള്ളതൊന്നുമല്ല, മിസ്സൊന്നും ആയിട്ടില്ല ഇപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്ച്വലി ഒരു യൂസ് ചെയ്തിട്ട് നമുക്ക് പറയാനുള്ള ഒരു എന്താ പറയുക നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് പറയാനുള്ളൂ. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല ശരിക്കും, അതുകൊണ്ടാണ് നമ്മൾ റിവ്യൂ ഞാൻ പറയാൻ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാൻ എനിക്ക് തോന്നാത്തത്. നമ്മുടെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിൽ ഏത് ഫോണാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി കൺഫ്യൂഷനാണ്. രണ്ടും ആക്ച്വലി ഇഷ്ടപ്പെട്ടതാണ്. കുറച്ചും കൂടിയും ഒരു എന്താ പറയുക അത് തോന്നുകയാണെങ്കിൽ ഞാൻ Vivo X300 പറയും, എസ്പെഷ്യലി ബിക്കോസ് ഓഫ്
ക്യാമറ, പിന്നെ നമ്മുടെ അപ്ഡേറ്റ്സ് ആക്ച്വലി കളർ വോയിസ് നല്ലതാണ്. ക്യാമറയുടെ കാര്യം തന്നെ വേണമെങ്കിൽ പറയാമെന്ന് വെച്ചാൽ ഈ കുട്ടി ഫോൺ ആയതുകൊണ്ടും ക്യാമറ ഫോൺ ആയതുകൊണ്ട് തന്നെ ഈ സാധനം എടുത്ത് ഫോട്ടോ എടുക്കാനൊക്കെ പെട്ടെന്ന് ഭയങ്കര സുഖമാണ്. പിന്നെ ഇവരുടെ നിങ്ങൾക്ക് അറിയാമല്ലോ സോഷ്യൽ മീഡിയ റെഡി ഫോട്ടോസാണ് വരുന്നതെല്ലാം. ഇത് നമ്മുടെ ഒപ്പോ ഫൈൻഡ് എക്സിൻ്റെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്താ പറയുക നാച്ചുറൽ കളർ മോഡ് ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. പറയുമ്പോൾ ഇതിൽ ഹാസൽ ബ്ലാൻഡിൻ്റെ മോഡും ഉണ്ട്, പിന്നെ സൈസ് പാർട്ണർഷിപ്പ് ഉള്ളതുകൊണ്ടും അവിടെ ഒരു അട്രാക്ഷൻ വരുന്നുണ്ട്. ഹാസൽ ബ്ലാൻഡോട് ഒന്നുകൂടെ ബെറ്ററാണ് സൈസ്. ഇതിൻ്റെ ഒരു ഗുണം എന്താ പറയുക, പിന്നെ നമുക്ക് ഈ X9 ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ക്യാമറ ബട്ടൺ പോലത്തെ ഒരു ബട്ടൺ ഉണ്ട്, അത് ക്യാമറ ബട്ടണായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, അത് വേറെ കാര്യം. വിവോയിലൊക്കെ നമുക്ക് Pro സീരീസിൽ മാത്രമേ അവർ ബട്ടൺ കൊടുത്തിട്ടുള്ളൂ, ഇതിൽ മിസ് ചെയ്തവർ കഴിഞ്ഞ വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് അമർത്തി പിടിച്ചാൽ നമുക്കിത് ക്യാമറ ഉപയോഗിക്കാൻ കണ്ടു. അമർത്തി പിടിച്ച ക്യാമറ ഓപ്പൺ ആയി, ഇതാകുമ്പോൾ ഒന്നുകൂടി അമർത്തി കഴിഞ്ഞാൽ ക്യാമറ ക്ലിക്കായി കണ്ടു. ക്യാമറ ബട്ടണായിട്ട് ഉപയോഗിക്കാം എന്ന് വെച്ചാൽ കറക്റ്റ് പൊസിഷനിൽ വേണം, ഇങ്ങനെയാണ് കണ്ടു. അപ്പോൾ രണ്ടിനും പ്ലസ് പോയിന്റ്സ് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു ഇഷ്ടമാണ് പറഞ്ഞിട്ട്, അത് മോശം എന്നല്ല പറഞ്ഞത്. എനിക്ക് കുറച്ചും കൂടി ഒരു ക്യാമറ ഫോണായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ സാധനമാണ്. പിന്നെ ഞാൻ ആദ്യം മുമ്പേ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിവ്യൂവിൽ, എനിക്ക് ഈ ബമ്പ് കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ലുക്കായി തന്നെ തോന്നുന്നു. പ്രീമിയം ഫോണാണല്ലോ, അപ്പോൾ ഈ ക്യാമറയുടെ മോഡലും ഇത് എസ്പെഷ്യലി X സീരീസ് ഫോണുകളിൽ അട്രാക്റ്റ് ആയി നിൽക്കുന്നത് അവരുടെ ക്യാമറ ബൾക്കി ക്യാമറയിലാണല്ലോ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് പറഞ്ഞത്. അത് കുറച്ചും കൂടി ഇവർ ചെറുതാക്കി, പറയുമ്പോൾ ഫോൺ ചെറുതായി എന്നാലും ഈ X2കാട്ടും സാധനം ചെറുതായി. അപ്പോൾ ആ കുറച്ചുകൂടി ഈ സാധനത്തിൻ്റെ സൈസ് ഇത്രയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ലുക്കായെന്ന് എനിക്ക് തോന്നിയിട്ടാണ്, എന്ന് വെച്ചാൽ ഒരു പ്രീമിയംനെസ് കൂടിയാണ് ചിലപ്പോൾ. ബാക്കി ഓവറോൾ എനിക്ക് സംഭവം രണ്ടും ഓക്കെ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാം കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മൾ Instagram പേജിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റ് നോക്കാത്തവർ നോക്കിയോ, jmb.banksupport.in. നിങ്ങൾക്ക് അതുകൂടെ ക്രെഡിറ്റ് കാർഡ്സും ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ നോക്കിയിട്ടും എലിജിബിലിറ്റി നോക്കിയിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. സെറ്റാപ്പിൻ്റെ ലിങ്കുകളാണല്ല. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ, അടുത്ത് കാണാം.